നിനക്കറിയണോ? വേണം. ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ പെൺകുട്ടി അവൾ അവൾ നീ കാര്യം പറ. അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. അവൾ എന്നെ ചതിക്കുകയായിരുന്നു. She ditched me. She's a bloody bitch. ശംഭുവിന് ഇഷ്ടമാണെങ്കിൽ ശോഭയുമായുള്ള വിവാഹം ഉറപ്പിക്കാനാണ് ഞാൻ വന്നത്. ശോഭയ്ക്ക് അതിഷ്ടാവുമോ? അവളുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വാസമാകുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ ഇരിക്കുന്നു. ആട്ടെ, എന്നാ ഞാൻ തീയതി നിശ്ചയിച്ചോട്ടെ. അതെല്ലാം സാറിന്റെ ഇഷ്ടം. ദേ ഒരു കാര്യം, ഈ സാറെന്നുള്ള വിളി നിർത്തിക്കോളൂ. ധൈര്യമായിട്ട് അമ്മാവെന്ന് വിളിച്ചോളൂ. ശരി സാർ. അല്ല അമ്മാവാ. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാനാണ്ടാ. ഐ ആം ഗോയിങ് ടു മാരി ശോഭ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എടാ, നിന്റെ നാക്കിന് എന്തോ ദിവ്യശക്തിയുണ്ട്. നീ വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ശോഭയും കൂടെ നിനക്ക് മനോഹരമായ പെണ്ണെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹണിമൂൺ പോലും ഉള്ളൂ. ആ അതിരിക്കട്ടെ, നീ എനിക്ക് എന്ത് വിവാഹ സമ്മാനാ തരാൻ പോകുന്നത്? നീ ചോദിക്കുന്നത് എന്തും എന്തും എന്തും. ഹലോ. ഹലോ, ശോഭയല്ലേ? വിവാഹം നിശ്ചയിച്ചു എന്നറിഞ്ഞു. എന്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. റോങ് നമ്പർ. നിന്റെ കല്യാണത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? നീ പറയുന്ന കേട്ടാ തോന്നും ഇതെന്റെ 10ാമത്തെ കല്യാണമാണെന്ന്. എനിക്ക് ഇതിന്റെ വകുപ്പൊന്നും അറിയില്ല. ഏതായാലും നിന്റെ അമ്മയെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ നീ എന്റെ അമ്മയെ വരുത്താൻ തീരുമാനിച്ചോ? സാധാരണ അമ്മയോ പെങ്ങളോ ആണ് കല്യാണത്തിന് താലി കെട്ടാറുള്ളത്. എനിക്ക് ഈ 2 കൂട്ടരുമില്ല. പിന്നെ നിന്റെ അമ്മ എന്റെ അമ്മയല്ലടാ. അപ്പോഴിനി 2 സുന്ദര രാത്രികൾ മാത്രം അല്ലേ? ആ വക്കീൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ മുമ്പിലിരുന്നു. കൺഗ്രാജുലേഷൻസ്. അവസാനം ചീട്ട് മലർന്നു വീണു. പോരെ, നീ റെഡിയാണ്? നിന്റെ പരിപാടിക്ക് സമയം ശരിയല്ലേ?
അമ്മ ചെല്ല്, ഞാൻ വരാം. ശംഭു ഭാഗ്യമുള്ളവനാ. എന്ത് ചേർച്ചയാ അവര് തമ്മില്. ദേ അവൻ നിന്നെ തിരക്കി നടക്കുക. വേഗം വാ. ആ. ശംഭു, എന്നോട് ക്ഷമിക്കാം. മോനെ ശംഭു. ശംഭു, നിനക്ക് എന്ത് പറ്റി? പ്രേം, നീ ഞാനും തമ്മിൽ ഇന്നൊരു ഒന്നിനും കണക്ക് പറഞ്ഞിട്ടില്ല. ശോഭയെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ ഭാഗം ഞാൻ നടത്തി തന്നേനെ. ശംഭു, നീ എന്താണ് ഈ പറയുന്നത്? വേണ്ട, ഇനി ഒളിച്ചു കളിക്കണ്ട. നീ ശോഭയും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അന്ന് നീ ശോഭയുടെ മുമ്പിൽ കുടിച്ചതുപോലെ അഭിനയിച്ച ഓർമ്മയുണ്ടോ? എല്ലാം എനിക്കറിയാം. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഈ വിവാഹ മണ്ഡപത്തിൽ നിന്റെ ഈ ശോഭയുടെ വിവാഹം ഞാൻ നടത്തുമെന്ന്. ഇല്ല, നീ വൈകിപ്പോയി ശംഭു. ഞാനിനി അധിക നേരം ജീവിച്ചിരിക്കില്ല. ഇല്ല പ്രേം, നീ വിഷം കഴിച്ചിട്ടില്ല. ശംഭു. ശംഭു, അതെ, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ശോഭ, ശംഭു. ഞാൻ എന്റെ പെങ്ങളെ നിന്റെ കൈ തരുന്നു. ശംഭു, ഐ വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ്. ശംഭു.